സ്വാഗതം. ഷഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ദേശീയപാത ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവിടെ നിരവധി പ്രവർത്തകർ അവിടെ രാത്രി പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. നേരത്തെ പോലീസുമായി നേരിയ തോതിൽ സംഘർഷത്തിലേക്കൊക്കെ കുറച്ചു മുമ്പ് കാര്യങ്ങൾ മാറിയിരുന്നു. റോഡ് ദേശീയപാത ഉപരോധിച്ചായിരുന്നു അവിടെ പ്രവർത്തകരുടെ പ്രതിഷേധം. ഗതാഗത തടസ്സം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുക. അശ്വിൻ, ഇപ്പോൾ ഈ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റിയോ? ദേശീയപാതയിൽ ഗതാഗതം സാധാരണ നിലയിലായിട്ടുണ്ടോ, അതോ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ അവിടെ? വിജയകുമാർ, ഇപ്പോഴും ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ പോലീസിനായിട്ടില്ല. വലിയ തോതിൽ തന്നെ പ്രതിഷേധം തുടരുന്നു. ദേശീയപാത 66-ൽ വലിയ ഗതാഗത തടസ്സം അരമണിക്കൂറായി തുടരുന്നു. ഈ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്നവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായും തടയുകയാണ്. അവർക്ക് നേരെ അവരുടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ മർദ്ദനത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ആലപ്പുഴയിൽ ഉയരുന്നത്. ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് കയറ്റിക്കൊണ്ടുവന്ന ഒരു ലോറിയുണ്ട്. ആ ലോറി പൂർണ്ണമായും കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലാ അധ്യക്ഷൻ എം പി പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ആ പ്രതിഷേധ സ്ഥലത്തേക്ക് ദേശീയപാത വഴി വാഹനം ഒരു കാരണവശാലും കടത്തിവിടില്ല എന്നുള്ള കർശന തീരുമാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. ഏകദേശം 1 മണിക്കൂറിന് അടുക്കുന്നു ഈ പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതാ ഷുക്കൂർ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ദേശീയപാത നമ്മൾ സൂചിപ്പിച്ച പോലെ ദേശീയപാതയിലെ ഗതാഗത തടസ്സം തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറാകുന്നു. ഇതുവരെയും ഒരു വാഹനം പോലും ഈ വഴി കടത്തിവിടാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. പോലീസ് ഒരു ബലപ്രയോഗവും നടത്തുന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഇതാ ഈ ഉദ്ഘാടന സമ്മേളനം അടക്കമുള്ള വിപുലമായ സമര പരിപാടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 മണിക്കൂറായി ദേശീയപാത 66-ൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഈ സ്ഥലത്ത് വേണമെന്ന് യാത്രക്കാരടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഗതാഗതം ഉള്ള സമയത്ത്, അതായത് അത്യാവശ്യം തിരക്കുള്ള സമയമാണ്, ഈ ദേശീയ പാതയിൽ നാഷണൽ പെർമിറ്റ് വാഹനങ്ങളൊക്കെ ഈ സമയത്താണ് കടന്നു പോകുന്നത്. അതിൻ്റെയൊക്കെ യാത്ര തടസ്സപ്പെടുത്തി ഈ പ്രതിഷേധം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? സമരക്കാരെ നീക്കാത്തത് എന്തുകൊണ്ടാണ്? ദേശീയപാതയിൽ ഇപ്പോൾ ഒരു ഗതാഗത തടസ്സം ആലപ്പുഴയിൽ ഉണ്ടായാൽ എത്ര ദൂരം ആ ഗതാഗത ഇങ്ങനെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടാകും. അപ്പോൾ അതിൽ ഒരു ഇടപെടൽ പോലീസ് നടത്താത്തത് എന്താണ്? അവർ കാഴ്ചക്കാരുടെ റോളിലാണോ അവിടെ? തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് വിജയകുമാർ നിലവിൽ ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ നീണ്ട നിര, പ്രത്യേകിച്ച് ആലപ്പുഴ ദേശീയപാത വഴി രാത്രി കടന്നു പോകുന്നത് വലിയ വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഒരു സമയമാണിത്. ഈ സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയപാത ഉപരോധം ഏകദേശം 1 മണിക്കൂറിന് മുകളിലായി സംഭവിക്കുന്നത്. ഈ പ്രവർത്തകരെ ദേശീയപാതയിൽ നിന്ന് നീക്കാനോ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനോ ഉള്ള ഒരു ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് 2 ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതുപോലെ നിരവധി ട്രക്കുകളാണ് ഈ ദേശീയപാത ഓരത്ത് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് മുന്നോട്ട് പോകാനാവാത്ത സാഹചര്യത്തിൽ കഴിയുന്നത്. ഇപ്പോഴും വിജയകരമായി അവരുടെ ഈ ദേശീയപാത ഉപരോധം പൂർണ്ണമായും അതേ രീതിയിൽ തന്നെ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കുന്നുമുണ്ട്. പോലീസ് ഒരു തരത്തിലും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനോ മറ്റ് നടപടികളിലേക്കോ കടക്കുന്നില്ല. എന്തായാലും പൂർണ്ണമായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ പൂർണ്ണമായും ഈ ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും 100%-ലധികം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ ഷുക്കൂർ അടക്കം കോൺഗ്രസിൻ്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് ദേശീയപാതയ്ക്ക് കുറുകെ നിന്ന സമരം തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ദേശീയപാതയ്ക്ക് കുറുകെ ഒരു മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ടായിരുന്നു ഇവരുടെ സമരം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പ്രകടനമായി നീങ്ങിയാണ് ഈ ദേശീയപാത പ്രധാനമായി എറണാകുളം, പ്രതിഷേധം നടക്കുന്നുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടില്ല. ആലപ്പുഴയിൽ ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവിടെ പോലീസ് ഇടപെടുന്നില്ല. 1 മണിക്കൂറായി ദേശീയപാതയിൽ ഗതാഗതം ഏറെക്കുറെ സ്തംഭിച്ച നിലയിലുമാണ്. ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനം ഏറ്റുവെന്ന് ആരോപിച്ചാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. പല ജില്ലയിലും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ചില ജില്ലകളിലൊക്കെ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുവരെ മാർച്ച് തുടങ്ങിയിട്ടില്ല. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കണമെന്ന് KPCC ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് KPCC ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.